ഹായ് ഗൈസ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രെഡ് മസാല ഈസി ആയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ വിപി അച്ചു ഹോം. ഒരു പാനിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ട ബീറ്റ് ചെയ്തതാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടെ ഇട്ട് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒരു സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഒട്ടും വെള്ളമയം ഇല്ലാത്ത മുട്ടയുടെ മയം ഇല്ലാത്ത രീതിയിൽ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. നല്ല ഡ്രൈ ആയിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റി വെക്കാം. അതേ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഒരു ചെറിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ച കുക്കിംഗ് ഓയിൽ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ വേണം ഉപയോഗിക്കാൻ. സവാളയുടെ നിറം ഒന്ന് ചെറുതായിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും സവാളയൊന്നും വഴറ്റി ഗോൾഡൻ കളറാക്കണ്ട. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബിഗ് ബീൻസും 1/2 കപ്പ് ഇത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജും ഗ്രീൻ പീസും സ്വീറ്റ് കോണും ഒക്കെ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാടൊന്നും ഓവർ കുക്ക് ആകണ്ട. ഒരു 1-1.5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അതിനുശേഷം ക്യാപ്സിക്കം സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി ഒന്നും വഴറ്റി മിക്സ് ചെയ്തെടുക്കണ്ട. ഇതിലേക്ക് പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എരിവ് കുട്ടികൾക്ക് ആവശ്യമില്ലെങ്കിൽ കുരുമുളകും നമുക്ക് മുളക് പൊടിയാണെങ്കിലും അളവിലൊക്കെ ഇച്ചിരി മാറ്റം വരുത്താം. നല്ലതുപോലെ പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ മിക്സ് ചെയ്തെടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 4 പീസ് സ്ലൈസ് ബ്രെഡാണ് ഞാൻ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുള്ളത്. സൈസും ഷേപ്പും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ബ്രെഡ് നല്ലതുപോലെ മസാലയിൽ മിക്സ് ചെയ്തെടുക്കുക. സവാളയും മസാല എല്ലാം വെജിറ്റബിൾസും എല്ലാം ബ്രെഡിൽ നല്ലതുപോലെ മിക്സ് ചെയ്തിരിക്കണം. നല്ല ഒരു ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി, നല്ലൊരു ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.